അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരാഴ്ച. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ അത്ഭുതത്തോടെ നടത്തി. ഈ തിങ്കളാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ലാസ്റ്റ് വീക്കാണ്. മാസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീക്കാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആമേൻ വലിയ അത്ഭുതം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ആമേൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശു കർത്താവിൻ്റെ പൊന്നുകരമുണ്ട്. നമ്മളിത് കേൾക്കുമ്പം, കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കേട്ടു, ആമേൻ കേട്ടത്, ആമേൻ അനേകർ എനിക്ക് കമൻ്റ് ഇട്ടു, വാട്സപ്പിൽ അയച്ചു, വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമേൻ ഇത് കേട്ടത് അകത്ത് ചെന്നില്ലെങ്കിൽ, ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ, ആമേൻ ഞാൻ ഇന്നിത് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ആ രാജ്യത്തിൻ്റെ സുവിശേഷം, ആമേൻ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ ആൾക്കാരാണ്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നന്മകളും അനുഭവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യം പറയുകയാണ്, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട്, താഴോട്ട് വേറെ ഉണ്ട്, ആ ഭാഗം ഒന്നുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട്, കേൾക്കുക എന്നുള്ളത് ദൈവ പദ്ധതിയാണ്. കേട്ടതാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകും. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ദൈവവചനം കേൾക്കുകയാണ്, രാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുകയാണ്. അപ്പം കേട്ടത് റിയലി വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണോ? പുതിയൊരു അനുഭവം, ഇന്നലെ ഞാൻ പറഞ്ഞു പുതിയൊരു അനുഭവം തരുമെന്ന്. ആ അനുഭവം ഉണ്ടെന്നാണോ വിശ്വസിക്കുന്നത്? ലഭിച്ചോ? സീരിയസ് ആണോ നിങ്ങൾ? ഇത് കേൾക്കുന്ന ഞാനും നിങ്ങൾ സീരിയസ് ആണെങ്കിൽ, ഞാൻ ഇതിൻ്റെ അകത്തൊരു എഫേർട്ട് എടുത്താണ് ഓരോ ദിവസവും രാവിലെ, ഓരോ ദിവസവും വേണ്ടിയ വചനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ സീരിയസ് ആണോ എന്ന് കർത്താവിനെ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ വചനത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് കൊതിച്ചൊക്കെ ഇരിക്കുമ്പം കർത്താവ് ചിലത് സംസാരിക്കും. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദൈവവചനം പറയാണ്, ആമേൻ, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടു പറഞ്ഞേ, കേട്ടു. നിങ്ങൾ കേൾക്കുന്നത് രാജ്യത്തിൻ്റെ വചനമാണ്. ആ കേട്ടത് അകത്ത് നട്ടാൽ, ആമേൻ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ദൈവപ്രവൃത്തിക്ക് കാരണമാവും. ഇത് കേൾക്കാൻ കർത്താവ് നിങ്ങൾക്കൊരു അവസരം നൽകിയെങ്കിൽ ഓർത്തോണം, കർത്താവിന് എന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇതുപോലെ കേൾക്കാനിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ചിലരാണിത് ഏറ്റെടുക്കുന്നത്, ചിലരുടെ അകത്തേക്കാണിത് കയറി ചെല്ലുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവർക്കും അറിയത്തില്ല, എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. എല്ലാവരും പറയും, ഇതന്നെ ഈ പറയുന്നത് അങ്ങനെയൊക്കെയാണോ? അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ചിലർ ഇതകത്ത് പതിഞ്ഞവർ, നമുക്ക് ദൈവവചന അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും, ലുദിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയെക്കുറിച്ച്. ആ സഹോദരി, ആ ലുദിയ, ആമേൻ അപ്പോസ്തലന്മാർ പറയുന്നത് കേൾക്കാൻ അവിടെ പോയിരുന്നു. അനേകർ കേൾക്കാനുണ്ടായിരുന്നു. അനേകർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ അനേകർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആമേൻ ലുദിയയെക്കുറിച്ച് ദൈവവചനം പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. കേൾക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷേ ആമേൻ ലുദിയയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എല്ലാവരും കേൾക്കാനുണ്ട്, ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ പൗലോസ് സംസാരിച്ചത് കേൾക്കാൻ ഒരാളുടെ ഹൃദയത്തെ ദൈവം അങ്ങ് തുറന്നു, ലുദിയയുടെ ഹൃദയത്തെ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ആമേൻ, അത് ഗ്രഹിക്കാൻ ഒരു ആഗ്രഹത്തോടെ ഇരുന്നാൽ ദൈവം നിൻ്റെ ഹൃദയത്തെ തുറക്കുകയാണ്. ആമേൻ, ആഗ്രഹിക്കുന്ന, ആമേൻ, വിതയ്ക്കുന്ന വചനം ഏറ്റെടുക്കുമ്പോൾ, ഇതെനിക്ക് വേണ്ടിയുള്ള വചനമാണ് എന്ന് ഏറ്റെടുക്കുമ്പോൾ നിനക്ക് വേണ്ടി കർത്താവ് ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോടും പറയാം, രാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ ദൈവം നിൻ്റെ ഹൃദയത്തെ തുറക്കുകയാണ്. തുറന്നിട്ടുണ്ടെന്നേ, അതിനാ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇനിയില്ല, കെട്ടപ്പെട്ട അവസ്ഥയാണോ? നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, ഹൃദയങ്ങളെ തുറക്കുന്ന പരിശുദ്ധാത്മാവ്, വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. എപ്പോഴും ഓർത്തോണം, ദൈവവചനം ആമേൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അത് ജീവിപ്പിക്കുന്ന വചനമാണ്, ജീവൻ തരുന്ന വചനമാണ്. ഇനി ഇത് ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ലാത്തൊരവസ്ഥയാണോ? ഇത് കേൾക്കുന്നുണ്ട്, പക്ഷേ അകത്തോട്ടത് കയറുന്നില്ല. യേശു പറയുകയാണ്, വാക്യം മുഴുവനായിട്ട് വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായവും അതിൻ്റെ 19-ാമത്തെ വാക്യം പറയാണ്, ഒരുത്തൻ ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ കേട്ടു, പക്ഷെ ഗ്രഹിക്കുന്നില്ല.
ദുഷ്ടൻ വന്ന അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ദുഷ്ടൻ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വരാൻ വേണ്ടിയാ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നീ കേൾക്കുന്നത്. വചനം പറയാണ്, ഇത് ഗ്രഹിച്ചില്ല, ഇത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, എനിക്ക് വേണ്ട, ഇതൊന്നും അല്ല എന്ന് നീ ചിന്തിച്ചാൽ, ഗ്രഹിക്കുന്നില്ലെങ്കിൽ വചനം പറയാണ്, ആ വാതിൽ പിശാചിൻ്റേതായി മാറും. യേശുവാകുന്ന വാതിൽ നിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ, ആമേൻ ആമേൻ, ഇത് ഗ്രഹിക്കുമ്പോൾ, ഗ്രഹിച്ചില്ല എങ്കിൽ ദുഷ്ടം വന്ന്, പ്രിയമുള്ളവരെ, നിനക്ക് വേണ്ടിയ നന്മയെല്ലാം എടുത്തോണ്ട് പോകും. എൻ്റെ നിങ്ങളുടെ അകത്തോട്ട് വിതച്ച ദൈവത്തിൻ്റെ വചനം അത് ഏറ്റെടുത്തില്ലെങ്കിൽ ദുഷ്ടൻ അത് എടുത്തോണ്ട് പോകും. ആ നന്മ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നീ ഏറ്റെടുത്തത് ദൈവരാജ്യത്തിൻ്റെ വിശാലത എല്ലാ മേഖലകളിലും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ഏറ്റെടുക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കുന്ന വചനം ഒന്നുകൂടെ ഇത് കഴിയുമ്പോഴും ഒന്നുകൂടെ ബൈബിൾ തുറന്ന് ഇതൊക്കെ ഉണ്ടോ വചനം എന്നൊന്ന് വായിച്ചേ. ഇതെന്നെക്കുറിച്ചാണ് പറയുന്നതൊന്ന് ഏറ്റെടുത്തേ. ദൈവം ലുദിയായുടെ ഹൃദയത്തെ തുറന്നെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തെ കർത്താവ് തുറന്നിട്ടുണ്ട്, ഇനിയും തുറക്കുകയും ചെയ്യും. അപ്പം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്തുനിന്ന് ദുഷ്ടന് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഗ്രഹിച്ചില്ല എങ്കിൽ, കേൾക്കുന്നുണ്ട് പക്ഷെ ഗ്രഹിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് താഴോട്ട് യേശു ഒരു ഉപമയായിട്ട് പറയുകയാണ്, 20-ാം വാക്യം മുതൽ പറയുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത്. അപ്പം ഗ്രഹിക്കാത്തത് എന്താ? വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. അത് അനേകർ വന്ന് ചവിട്ടി നശിപ്പിക്കും, പിശാച് മുതലെടുക്കും, കള്ളൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും. വഴിയിലൊക്കെ വിതച്ചത്, വഴിയിലല്ല, ഹൃദയത്തിൽ വേണം വിതയ്ക്കാൻ. വചനം പറയാണ്, ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷീണിതനത്രേ. നോക്കിക്കേ, അവൻ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് വേരില്ലാത്തത് കൊണ്ട് അത് ക്ഷീണിച്ചു പോവും. നല്ല അടിസ്ഥാനമുള്ളവരായി ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിത് അവൻ ദൈവരാജ്യത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. കർത്താവുണ്ടെന്നൊന്ന് വിശ്വസിച്ച് ഈ തിങ്കളാഴ്ച ജയത്തിൻ്റെ ദിവസമാണ്. ഈ ആഴ്ച, ഈ മാസത്തിൻ്റെ അവസാനത്തെ ഈ ആഴ്ച എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരത്തുള്ളൂ. ആമേൻ. യേശുവാകുന്ന വാതിൽ എനിക്ക് വേണ്ടി തുറന്നു കിടക്കുക. കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടെന്നേ. ആമേൻ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഞാൻ അകത്തോട്ട് ഏറ്റെടുക്കുക. എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ഏറ്റെടുത്തേ. വചനം പറയാണ്, ആമേൻ. അടുത്ത വാക്യമാണ്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. എന്നാൽ അടുത്ത വാക്യം പറയാണ്, ഗ്രഹിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്, കേട്ട വചനം ഏറ്റെടുക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. ഇപ്രകാരമാണ് പറയുന്നത്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടു ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. യേശു പറയാണ്, ആമേൻ. നീ ഏറ്റെടുത്ത വചനം, ആമേൻ, യേശു അത്ഭുതം ചെയ്യുമെന്ന് നീ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത്ഭുതം തന്നെ ചെയ്യും. ആമേൻ. യേശു ആമേൻ വീര്യപ്രവൃത്തി ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വീര്യപ്രവൃത്തി തന്നെ നടക്കും. യേശു സമാധാനം കൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ സമാധാനം കൊണ്ട് നിറയ്ക്കുക തന്നെ ചെയ്യും. ആ യേശു എൻ്റെ കർത്താവാന്ന് നീ ഹൃദയത്തിൽ വിളിച്ചു പറയുമ്പോൾ നിനക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കുകയാണ്. അതിനെ പറയണം 100, 60, 30 മേനി. ആമേൻ. നല്ല നിലത്ത് ആ ലുദിയായുടെ ജീവിതത്തിൽ ആമേൻ ദൈവം ഹൃദയം തുറന്നതുപോലെ നിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വചനം ഏറ്റെടുക്കുമ്പോൾ സമ്പത്തിലൊരു ഓപ്പണിംഗ് വരികയാണ്, ആരോഗ്യത്തിലൊരു ഓപ്പണിംഗ് വരികയാണ്, തലമുറയിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, ആമേൻ, വരുമാനത്തിൽ, എല്ലാ മേഖലകളും, ആത്മീയ ജീവിതത്തിൽ ആമേൻ ഒരു ഓപ്പണിംഗ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. ആമേൻ. കേട്ട വചനം ഇത് എന്നെക്കുറിച്ചാണ്, ഇത് ജീവൻ്റെ വചനമാണ്, ഇത് കർത്താവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ഏറ്റെടുക്കുമ്പോൾ ഈ ഓരോ ആമേൻ ഡെയിലി മോർണിംഗ് ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ 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 എവ്രി മോർണിംഗ് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്നെക്കുറിച്ചാണ്. ആമേൻ. വിതയ്ക്കപ്പെട്ട വചനം എനിക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ ഹൃദയം തുറന്നതാണ്, ഞാൻ കഴിഞ്ഞ നാളുകൾ കേട്ട വചനം എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഏറ്റെടുക്കുമ്പോൾ ദൈവശക്തി നിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടാൻ തുടങ്ങും. അത്ഭുത സാക്ഷ്യങ്ങളായി മാറാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തി. ഈ പുതിയ ആഴ്ച, ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച ഇവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കർത്താവേ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വചനം, അത് 60 ആ വചനം കർത്താവെ 100, 60, 30 മേനിയായി വർദ്ധിച്ചെങ്കിൽ, അതിൻ്റെ അകത്ത് ആമേൻ വർധനമുണ്ടായെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ആമേൻ കേട്ട വചനം അത് ഏറ്റെടുക്കുന്ന ആ നിമിഷം തന്നെ ആമേൻ ആമേൻ വലിയൊരു വർധനവ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, ആമേൻ രാജ്യത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം ഇവരുടെ എല്ലാ മേഖലകളിലും, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, തലമുറയിൽ ആമേൻ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു
ഈ മാസം കർത്താവെ, ഈ അവസാനത്തെ ആഴ്ച ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുകയാണ്. ഞങ്ങൾ നല്ല വേരുള്ള നല്ല ഉറപ്പുള്ള അടിസ്ഥാനമുള്ള നന്മകൾ ഞങ്ങൾ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ വേണ്ടാത്ത അഡിക്ഷനുകളും വിട്ടുമാറട്ടെ. കർത്താവ് എന്ന അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ദിവസം, ഈ ആഴ്ച കർത്താവിനെ താമസിച്ചാൽ കേൾക്കുന്ന വചനം എൻ്റേതായിട്ടൊന്ന് ഏറ്റെടുത്തി, എൻ്റേതാണ്, എനിക്ക് വേണ്ടിയുള്ളതാണ്. ഏറ്റെടുക്കുന്നിടത്ത് വലിയൊരു വിശാലത ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കേട്ട വചനം ഏറ്റെടുത്തവർ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെയും രാവിലെ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.